ഇതെന്തെന്നറിയോ, നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഒന്നിലും കണ്ടിട്ടില്ല ഇതുപോലെ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ നീളത്തിനല്ലേ അരിയുന്നത്, ഞാനിതിങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പരിപ്പ് വടയെ കണക്കൊക്കെ ഇരിക്കും എന്നതിന് തോന്നുന്നു. ഞാൻ അതിൽ ഇത് നന്നായിട്ട് 5-6 ചെറിയ സവാള എടുത്ത് ചോപ്പ് ചെയ്തിട്ട് ഉപ്പിട്ടൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് അതങ്ങ് പിഴിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും കരിവേപ്പിലയും കുറച്ച് പച്ചമുളകും പിന്നെ ഒരു ജസ്റ്റ് അപ്പം ഞാൻ പിഴിഞ്ഞെടുത്തപ്പോൾ കുറേ ഉപ്പ് പോയായിരുന്നേ, പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടു. എന്നിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, പിന്നെ കായപ്പൊടിയും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് കടലമാവ് ആവശ്യത്തിന് കടലമാവ് നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്നത് പോലെ തന്നെ കടലമാവ് ഇട്ട് കൊടുത്തിട്ട് അതൊന്നായാലും ഇളക്കിയതിന് ശേഷം ഒരു 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 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് കേട്ടോ. നന്നായിട്ട് എന്നിട്ട് ഞാൻ ഇത് നമ്മുടെ വലിയ ജീരകം ഇടാൻ മറന്നുപോയി, പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇത് കുഴച്ചുകൊണ്ടിരുന്നത് പിള്ളേരോട് ഇത് എന്തരമ്മ ഇങ്ങനെയാണോ ഉള്ളിവട ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ കുഞ്ഞ് വലിയ ഷേപ്പൊന്നും ഇല്ല, ഒന്ന് നമ്മുടെ പരത്തിയെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുത്ത് കേട്ടോ. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിവട എന്ന് പറയുമ്പോൾ നല്ല ഉള്ളി നീളത്തിൻ്റെ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിവടയുടെ ടേസ്റ്റ്. ഞാൻ ഉള്ളി മാറ്റി അരിഞ്ഞൊന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും മാറിപ്പോയില്ലല്ലോ. വൈകുന്നേരം ഇത് തന്നെയായിരുന്നു കേട്ടോ. കൊള്ളാൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.